Hello friends, I am Dr. Rajesh Kumar. കുടവയർ കുറച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു ആരോഗ്യ പ്രശ്നം മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ഒരു സൗന്ദര്യ പ്രശ്നം കൂടിയാണ്. പലപ്പോഴും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരു പരിധിക്ക് മുകളിൽ വയറുണ്ടെങ്കിൽ അത് അവരുടെ തന്നെ ഒരു ആത്മവിശ്വാസത്തിന് ഒരുപാട് കോട്ടം തട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നോക്കിയാലും നമ്മുടെ സമൂഹത്തിൽ നോക്കിയാലും ടി വിയിൽ നോക്കിയാലും എല്ലാം തന്നെ കുടവയർ കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള പരസ്യങ്ങളും പ്രോഡക്റ്റുകളുമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. എന്താണ് ഈ കുടവയർ? നമ്മുടെ വയറിനകത്ത് കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കുടവയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഇത് കാണുമ്പോൾ വിചാരിക്കുക വയറിന്റെ പുറത്ത് വളരെ തിക്കായിട്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പാണ് നമ്മൾ കുടവയർ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അല്ല. വയറിൽ മസിലുകൾ തന്നെ പല ലെയറുകളായിട്ടുണ്ട്. ഈ ലെയറിന് പുറത്ത് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിലെല്ലാം തന്നെ നമ്മുടെ സ്കിന്നിന്റെ തൊട്ട് താഴെയായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. വയറിന്റെ ഇരുവശങ്ങളിൽ, അല്പം വണ്ണമുള്ളവർക്ക് നോക്കിയറിയാം, വയറിന്റെ ഇരുവശങ്ങളിലും പലർക്കും കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഇതല്ല കുടവയർ എന്ന് പറയുന്നത്. ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ പെരിഫറൽ ഫാറ്റ് എന്ന് പറയും, അതായത് നമ്മുടെ ശരീരത്തിന്റെ പുറമേയുള്ള കൊഴുപ്പ്. എന്നാൽ ഈ വയറിന്റെ മസിലുകളുടെ ഉൾവശത്ത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ ഭാഗത്ത്, കുടലിന്റെയും മറ്റും ഭാഗത്തായിട്ട് കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നു. ഇതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥ. ഈ വിസറൽ ഫാറ്റ് കൂടുതൽ അടിഞ്ഞുകൂടുന്നതാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അപകടകരവും നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത്. കാരണം നമ്മുടെ ഈ വയറിന്റെ ആ സ്പേസിനകത്ത് കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞുകൂടുമ്പോൾ ഇത് ആന്തരിക അവയവങ്ങളുടെ മേൽ വല്ലാണ്ട് പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ്, നമ്മുടെ അവയവങ്ങൾക്ക് വരുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിന് കാരണമാകുകയും ആന്തരിക അവയവങ്ങൾക്ക് കേടുവന്ന് തുടങ്ങുകയും ചെയ്യുന്നു. പലപ്പോഴും അമിതവണ്ണമുള്ളവരിലും കുടവയറിലുള്ളവരിലും പ്രമേഹ രോഗം ഉണ്ടാകുന്നതിന് കാരണം ഈ കൊഴുപ്പ് നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് മുകളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ്. ഫാറ്റി ലിവർ ഉണ്ടാകുന്നതിന് കാരണം നമ്മുടെ ലിവറിന്റെ പുറത്ത് ഈ കൊഴുപ്പുണ്ടാക്കുന്ന അപകടങ്ങളാണ്. ഇത്തരത്തിലുള്ള കുടവയർ കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും? നിങ്ങൾക്കറിയാം, നമുക്ക് ശരീരം അനങ്ങാതെ ഈ കുടവയർ കുറയ്ക്കാനുള്ള എന്ത് മാർഗമുണ്ടോ അതെല്ലാം നമ്മൾ മലയാളികൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ എന്തെല്ലാം പ്രോഡക്ട്സ് ഉണ്ട്, ഇല്ലേ? എന്നാൽ സത്യം മനസ്സിലാക്കുക, കുടവയർ കുറയ്ക്കാനായിട്ട് വയറിന്റെ പുറമേ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമുക്ക് കുടവയർ കുറയ്ക്കാൻ ഉപകാരപ്പെടില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇന്ന് നിങ്ങൾക്ക് ടി വിയിലുള്ള പരസ്യങ്ങൾ കണ്ടറിയാം, വയറ് കുറയ്ക്കാനുള്ള യന്ത്രങ്ങൾ, പല ബെൽറ്റ് എല്ലാം കണക്ട് ചെയ്ത യന്ത്രങ്ങൾ വെച്ച് വയറിന്റെ മുകളിൽ ചെയ്യുന്ന വ്യായാമങ്ങൾ, വയറിന്റെ മുകളിൽ കെട്ടുന്ന ബെൽറ്റുകൾ, അതേപോലെ വയറിന്റെ മുകളിൽ കുറച്ചുനാൾ മുമ്പ് വരെ ഭയങ്കര പരസ്യമായിരുന്നു, ഇപ്പോൾ ആ പ്രോഡക്റ്റ് കാണുന്നില്ല. ഒരു എണ്ണ വയറിന്റെ പുറത്ത് ഡെയിലി തടവി കഴിഞ്ഞാൽ വയർ കുറയും എന്ന തരത്തിലുള്ള ഒരു തൈലം എന്തോ ആണ് അതിൻ്റെ ഒരു പരസ്യം വന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള പരസ്യങ്ങൾ കാണാൻ സാധിക്കും. അതേപോലെ വയറിന്റെ പുറത്ത് കെട്ടുന്ന ബെൽറ്റ്, ഇത് കെട്ടിയിട്ട് ആ ഭാഗത്തേക്ക് ആവി കൊടുത്തു കഴിഞ്ഞാൽ വയറ് കുറച്ച് കുറയും എന്നാണ് പറയുന്നത്. ഇതിന്റെ പുറകിലുള്ള സത്യം എന്ന് പറയുന്നത്, നമ്മൾ വയറിന്റെ പുറത്ത് ഇത്തരത്തിൽ ചൂട് കൊടുക്കുന്ന സമയത്ത് ആ ഭാഗത്തുള്ള വാട്ടർ കണ്ടന്റ് കുറച്ച് വേപ്പറായി പോകും. അതായത് ഈ ബെൽറ്റ് കുറച്ചു നേരം കെട്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഭാഗത്ത് വയറൊരൽപ്പം കുറഞ്ഞിരിക്കുന്നതാണ്. കാരണം ആ ഭാഗത്തുള്ള ജലാംശം നീക്കം ചെയ്യപ്പെട്ടതാണ്. എന്നാൽ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുമ്പോൾ വീണ്ടും ആ ഭാഗത്ത് ഈ പഴയ പോലെ വയറ് വരികയും ചെയ്യും. എന്നാൽ ഇത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള പല പ്രോഡക്ട്സുകളുടെയും പുറകെ നമ്മൾ പോകാറുണ്ട്. മാത്രമല്ല, വയർ മാത്രം കുറയാനായിട്ടുള്ള പലവിധ ഒറ്റമൂലി കോമ്പിനേഷനുകൾ പരീക്ഷിക്കുന്നവരുണ്ട്. മാത്രമല്ല, ഇന്നിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, തേന് പതിവായിട്ട് കുടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ തേന് ചേർത്തിട്ടുള്ള വസ്തുക്കൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് കുറയും എന്ന് പറഞ്ഞിട്ട് ഈ തേനും നെല്ലിക്ക അല്ലെങ്കിൽ തേന് നാരങ്ങ നീരുമായിട്ട് ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുന്നവരുണ്ട്. ഇതെല്ലാവരും വിശ്വസിക്കുന്നത് വയറിന്റെ ഭാഗത്തുള്ള കൊഴുപ്പ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറയും എന്നുള്ളതാണ്. എന്നാൽ സത്യാവസ്ഥ, ഈ കാര്യങ്ങളൊന്നും ചെയ്താൽ വയറിന്റെ ഭാഗത്തുള്ള കൊഴുപ്പ് കുറയില്ല എന്നുള്ളതാണ് വാസ്തവം. വയറിന്റെ ഭാഗത്തുള്ള വിസറൽ ഫാറ്റ് കുറയണം എന്നുണ്ടെങ്കിൽ ശരീരത്തിൽ ജനറലായിട്ട് കൊഴുപ്പ് കുറയുന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ വയറിന്റെ കൊഴുപ്പ് കുറയുകയുള്ളൂ. അതല്ലാതെ നിങ്ങൾ വയറിന് മാത്രം ജനറലായിട്ട് എക്സസൈസ് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് കുടവയർ കുറയാനായിട്ട്, വയറിലെ കൊഴുപ്പ് കുറയാനായിട്ട് ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടവയർ, പ്രത്യേകിച്ച് വയറിന്റെ ഭാഗത്തുള്ള കൊഴുപ്പിനെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും. ഒന്നാമത്തത് നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്, ലോ കാർബ് ഡയറ്റ്. പണ്ട് കാലത്ത് ആൾക്കാർ വിശ്വസിച്ചിരുന്നത് നിങ്ങൾക്ക് വയറുണ്ടെങ്കിലോ ശരീര വണ്ണം കൂടുതലാണെങ്കിലോ കൊഴുപ്പ് കുറച്ചാൽ മതി എന്നായിരുന്നു മുൻപ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ഡോക്ടർമാരും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്. എന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ, പഠനങ്ങൾ പുതിയത് വരുമ്പോൾ, കൊഴുപ്പല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഇത്തരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഇതിനു മുമ്പ് പലതവണ പറഞ്ഞിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ്,
മധുരം, അന്നജം കൂടുതലായിട്ട് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെന്നിട്ട് ഇത് കൊഴുപ്പായിട്ട് മാറി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കുടവയർ കുറയണം, വയറിന്റെ ഭാഗത്തുള്ള കൊഴുപ്പ് കുറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിർത്തേണ്ടത് അല്ലെങ്കിൽ കുറയ്ക്കേണ്ടത് മധുരത്തിന്റെ ഉപയോഗമാണ്. അതായത് നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാവിധ മധുരങ്ങളും, പഞ്ചസാര, ശർക്കര, കരിപ്പട്ടി, തേന് പോലുള്ള എല്ലാ മധുര വസ്തുക്കളും, കോളകള്, ഫ്രൂട്ട് ജ്യൂസുകൾ എന്നിവ കർശനമായിട്ട് ഒഴിവാക്കണം. ഫ്രൂട്ട് ജ്യൂസ് കഴിക്കരുതെന്ന് പറയുമ്പോൾ അയ്യോ ഫ്രൂട്ട്സ് അല്ലേ, ഇത് ശരീരത്തിന് നല്ലതല്ലേ എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതും ഫ്രൂട്ട്സ് ജ്യൂസസ് കഴിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ജ്യൂസസിനകത്ത് ഫൈബറുകളില്ല, ഫൈബറുകൾ മാറ്റി ഫ്രൂട്ട്സിനകത്തുള്ള മധുരം മാത്രമാണ് ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത്. ഫ്രൂട്ട്സിനകത്തുള്ള മധുരം എന്ന് പറയുന്നത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസിന്റെ പ്രത്യേകത മറ്റു പഞ്ചസാരകൾ, ഇപ്പോൾ ഗ്ലൂക്കോസിനോ മറ്റു പഞ്ചസാരകൾക്കോ നമ്മുടെ ശരീരത്തിലെ മസിലുകളിലേക്ക് യൂട്ടിലൈസ് ചെയ്യുന്നതിനുള്ള കഴിവുണ്ട്. എന്നാൽ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഈ ഷുഗറിന് നമ്മുടെ കരളിനകത്ത് മാത്രമേ മെറ്റബോളൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫ്രൂട്ട് ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് നമ്മുടെ കരൾ കൊഴുപ്പാക്കി മാറ്റി സ്റ്റോർ ചെയ്യേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജ്യൂസസ് ഒഴിവാക്കണം എന്ന് പറയുന്നത്. പകരം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് മിതമായിട്ടുള്ള രീതിക്ക് കഴിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് മധുരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇപ്പോൾ പലപ്പോഴും നമ്മൾ ചില്ലി ഡിഷസ്, ചൈനീസ് ഡിഷസ് ഒക്കെ വാങ്ങിക്കുമ്പോഴോ ഇല്ലെങ്കിൽ നിങ്ങൾ മധുര പലഹാരങ്ങൾ വാങ്ങുമ്പോഴോ അതിനകത്ത് ഉണ്ടാക്കുന്ന വേണ്ടി ഉപയോഗിക്കുന്ന മധുരം, പണ്ട് കാലത്തൊക്കെ നമ്മൾ ലഡുവും ജിലേബിയും കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളതിനേക്കാൾ കടുത്ത മധുരമാണ് ഇപ്പോഴത്തെ മധുര പലഹാരങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുമ്പോൾ ഉള്ളത്. ഇവയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഇതിന്റെ പ്രത്യേകത നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നതിനേക്കാൾ എക്കണോമിക്കലാണ്, കൂടുതൽ മധുരവും കിട്ടും. ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പിനകത്ത് ഫ്രക്ടോസ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ കരളിനകത്ത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്യുന്നതും കൊഴുപ്പുണ്ടാക്കുന്നതും ഈ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ്. ഇവയുടെ ഉപയോഗവും പൂർണ്ണമായിട്ട് നിർത്താൻ നോക്കുക. രണ്ടാമത്തത് പ്രോട്ടീനുകളുടെ ഉപയോഗമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ശരീരത്തിലെ മസിലുകളുടെ ബിൽഡപ്പിന് പ്രോട്ടീൻ ആവശ്യമാണ്. നമ്മൾ ഒരു യൂണിറ്റ് കാർബോഹൈഡ്രേറ്റ്സ് അന്നജം എടുക്കുമ്പോൾ അതിൽ നിന്നും ഏകദേശം 4 യൂണിറ്റ് ഊർജ്ജം നമ്മുടെ ശരീരത്തിന് കിട്ടും. നമ്മൾ ഒരു യൂണിറ്റ് കൊഴുപ്പ് എടുക്കുമ്പോൾ അതിൽ നിന്നും ഏകദേശം 9 യൂണിറ്റോളം ഊർജ്ജം നമ്മുടെ ശരീരത്തിന് കിട്ടും. എന്നാൽ ഏറ്റവും കുറച്ച് ഊർജ്ജം നമ്മുടെ ശരീരത്തിന് കിട്ടിക്കൊണ്ട് നമ്മുടെ മസിലുകളുടെ ഡെവലപ്മെന്റിന്, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്കും ഹോർമോണുകളുടെ പ്രവർത്തനത്തിനും സഹായിക്കുന്നത് പ്രോട്ടീനാണ്. ഒരു ദിവസം ആവറേജ് ഒരു 80 കിലോഗ്രാം ഭാരമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ലൈഫ് പോകുന്നതിന് ഏകദേശം 60 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. എന്നാൽ നമ്മൾ നന്നായിട്ട് അത്യാവശ്യം വ്യായാമം ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഓടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരഭാരം അനുസരിച്ച് നമുക്ക് 80 ഗ്രാം വരെ പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കാം. നിങ്ങൾ അത്യാവശ്യം വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിനോടൊപ്പം നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം ഏകദേശം 120 ഗ്രാം വരെ പ്രോട്ടീൻ നമുക്ക് ഉൾപ്പെടുത്താം. 120 ഗ്രാം പ്രോട്ടീൻ നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ മസിൽ മാസ് കൂടുതൽ ബിൽഡ് ചെയ്യാൻ അത് സഹായിക്കുകയും കൊഴുപ്പ് ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും. കാരണം ഈ പ്രോട്ടീൻ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ബേസൽ മെറ്റബോളിക് റേറ്റ് വർദ്ധിപ്പിക്കും. നമ്മുടെ ശരീരത്തിലെ ബേസൽ മെറ്റബോളിക് റേറ്റ് നന്നായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വ്യായാമം ചെയ്താൽ തന്നെ കൂടുതൽ ഊർജ്ജം കത്തിപ്പോകുന്നതിനും പെട്ടെന്ന് തന്നെ ഈ കൊഴുപ്പ് കുറയുന്നതിനും സഹായിക്കും. നിങ്ങൾ വളരെ ഇൻറ്റൻസ് ആയിട്ട് വളരെ കടുത്ത വ്യായാമം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം പരമാവധി 160 ഗ്രാം വരെ പ്രോട്ടീൻ കഴിക്കാം. നിങ്ങളുടെ മസിൽ മാസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും. ഇതിൽ കൂടുതൽ നിങ്ങൾ എത്ര പ്രോട്ടീൻ കലക്കി കുടിച്ചിരുന്നാലും ഇത് മൂത്രം വഴിക്ക് അരിച്ച് പുറത്ത് കളയത്തേ ഉള്ളൂ. നിങ്ങൾക്ക് വില കൂടിയ പ്രോട്ടീൻ പൗഡർ എല്ലാം വാങ്ങിച്ച് ഉയർന്ന അളവിൽ കലക്കി പൗഡറായിട്ട് കലക്കി കുടിക്കുകയോ പ്രോട്ടീൻ ഷേക്കുകൾ കഴിക്കുകയോ ചെയ്തിരുന്നാലും ഇത് മൂത്രത്തിൽ കൂടി പോകും എന്നല്ലാതെ പ്രത്യേകിച്ച് ശരീരത്തിന് ഗുണമില്ല. അതുകൊണ്ട് ശരീരഭാരം അനുസരിച്ച് നിങ്ങൾ ഒരു ദിവസം എടുക്കുന്ന പ്രോട്ടീനിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങളുടെ കുടവയർ കുറഞ്ഞു വരുന്നത് കാണാം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ആണ്. നമ്മൾ ഏത് തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ എടുത്താലും വ്യായാമം ചെയ്താലും അതോടൊപ്പം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടവയറ് പെട്ടെന്ന് കുറയും, വയറിനകത്തുള്ള കൊഴുപ്പ് അലിഞ്ഞു വരും. ഇത് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സപ്പോസ് കീറ്റോ ഡയറ്റ് എടുക്കുകയാണ്, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ വണ്ണം കുറയാനായിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യുകയാണെങ്കിൽ അതോടൊപ്പം ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എടുക്കുക. ഞാൻ ഇതിന് മുൻപും ഇന്റർമിറ്റന്റ് ഫാസ്റ്റിങ്ങിനെ കുറിച്ചുള്ള 1-2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടു നോക്കിയാൽ അതിനകത്ത് വിശദാംശങ്ങളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും നിങ്ങൾ ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ചെയ്യാൻ നോക്കുക. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് ഒന്നുകിൽ നിങ്ങൾക്ക് പകൽ സമയത്ത് ചെയ്യാം, ഇല്ലെങ്കിൽ വൈകുന്നേരം ഒരു 4 മണിക്ക് ഫുഡ് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം രാവിലെ വീണ്ടും ഫുഡ് കഴിച്ച് ഇടയ്ക്ക് വെള്ളം മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും, സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസം ചെയ്യുക, പിന്നെ ആഴ്ചയിൽ 2 ദിവസം ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത്
നിങ്ങളുടെ കുടവയർ കുറയാൻ, വയറിൻ്റെ ഭാഗത്തുള്ള കൊഴുപ്പ് പെട്ടെന്ന് കുറയുന്നതിന് സഹായിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ്. പലരും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കാറുണ്ട്, ഞാൻ റെഗുലറായിട്ട് വ്യായാമം ചെയ്യുന്നതാണല്ലോ, നടക്കുന്നതാണല്ലോ, ഓടുന്നതാണല്ലോ, എന്നിട്ട് എൻ്റെ കുടവയർ കുറയുന്നില്ലല്ലോ എന്ന് വിചാരിക്കും. കുടവയർ കുറയുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് കാർഡിയോ വർക്കൗട്ടാണ്. കാർഡിയോ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ഒരേ സമയം ആക്റ്റീവ് ആക്കിക്കൊണ്ടുള്ള ഒരു വ്യായാമമാണ്. ഒരിക്കലും നിങ്ങളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രം വ്യായാമം ചെയ്താലോ അല്ലെങ്കിൽ വെറുതെ നടക്കാൻ പോയാലോ അത് ഗുണകരമായ ഒരു കാർഡിയാക് എക്സസൈസ് ആണ് എന്ന് പറയാൻ സാധിക്കത്തില്ല. ശരീരത്തിന്റെ എല്ലാ മസിലുകൾക്കും നൽകുന്ന വ്യായാമത്തിന്റെ ഒപ്പം തന്നെ ഹിറ്റ് എക്സസൈസ് കൂടി ചെയ്യണം. ഹിറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഹൈ ഇന്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ് എന്ന് പറയും. അതായത് ഞാൻ മുൻപ് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളൊരു 5 മിനിറ്റ് നിങ്ങൾ ഓടുകയാണെന്ന് വെച്ചോളൂ. 5 മിനിറ്റ് ഓടുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ 1 മിനിറ്റ് പതിയെ ഓടുക, അതിനുശേഷമുള്ള 1 മിനിറ്റ് നിങ്ങൾ സ്പീഡിൽ ഓടുക, അതിനുശേഷം വീണ്ടും 1 മിനിറ്റ് പതിയെ ഓടുക. ഇങ്ങനെ നിങ്ങൾ ഏത് വ്യായാമമാണോ ചെയ്യുന്നത് ആ വ്യായാമത്തിൻ്റെ സ്പീഡിലും തീവ്രതയിലും വ്യത്യാസം വരുത്തി നിങ്ങൾക്ക് ചെയ്യുന്ന വ്യായാമമാണ് നമ്മൾ ഈ ഹിറ്റ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് വളരെ പെട്ടെന്ന് അലിഞ്ഞു പോകുന്നതിന് സഹായിക്കും. ഞാൻ പറഞ്ഞല്ലോ, വിസറൽ ഫാറ്റ്, വയറിലെ കൊഴുപ്പ് അലിയണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തെയും കൊഴുപ്പ് ഒരുമിച്ച് കുറയുന്നതിന്റെ ഒപ്പമേ വയറിലെ കൊഴുപ്പും പോകത്തുള്ളൂ. ഒരിക്കലും നമ്മൾ സാധാരണഗതിയിൽ പോയിട്ട് ഇപ്പോൾ നിങ്ങൾ സാധാരണ വ്യായാമം ചെയ്യുന്നു, അതിൻ്റെ ഒപ്പം വയറിന് വ്യായാമം ചെയ്യുന്നു. ചിലർ ഇതൊന്നും ചെയ്യില്ല, ദിവസവും നടക്കാൻ പോകുന്നു, അതിനുശേഷം വന്നിട്ട് വയറിന്റെ കുറച്ച് എക്സസൈസ് ചെയ്യുന്നത് കാണാം. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങൾ വയറിന്റെ എക്സസൈസ് ചെയ്താൽ അത് വയറിന്റെ ഭാഗത്തുള്ള മസിലുകളെ ഒന്ന് ഫിറ്റ് ആക്കാൻ മാത്രമേ, അവ ഹാർഡാക്കാൻ മാത്രമേ സഹായിക്കത്തുള്ളൂ. വയറിന്റെ അകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് പോകാൻ മാത്രം അവ സഹായിക്കില്ല. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കുമുള്ള കാർഡിയാക് എക്സസൈസും അതോടൊപ്പമുള്ള ഈ ഹിറ്റ് എക്സസൈസും ചെയ്താൽ മാത്രമേ കുടവയർ കുറയാൻ അത് ഉപകരിക്കത്തുള്ളൂ. ഇനി അഞ്ചാമത്തെയും പ്രധാനപ്പെട്ടയും കാര്യമെന്ന് പറയുന്നത് ഫൈബർ ഭക്ഷണങ്ങളുടെ, ഇലക്കറികളുടെ, പച്ചക്കറികളുടെ ഉപയോഗമാണ്. സാധാരണഗതിയിൽ വണ്ണം കുറയ്ക്കാനായിട്ട് അത്യാവശ്യം പ്രോട്ടീൻ കഴിച്ചാൽ പോരെ, വ്യായാമം ചെയ്താൽ പോരെ എന്ന് വിചാരിച്ചിട്ട് ഡെയിലി വ്യായാമവും ചെയ്ത് രാത്രി പോയിട്ട് ഗ്രിൽഡ് ചിക്കൻ 2 പീസ് വാങ്ങി കഴിക്കുന്ന ഒരുപാട് പേര്, പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ യുവാക്കളെ കണ്ടിട്ടുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കുടവയറിന്റെ ഭാഗത്തുള്ള, വയറിന്റെ ഭാഗത്തുള്ള കൊഴുപ്പ് അലിഞ്ഞു പോകുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ടത് പച്ചക്കറികളും ഇലക്കറികളുമാണ്. പതിവായിട്ട് പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫൈബർ ഉണ്ട്. ഫൈബർ നമ്മുടെ ആമാശയത്തിലും കുടലിലും അടിഞ്ഞുകൂടുന്ന ചെറിയ കൊഴുപ്പ് കണികകളെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ശരീരത്തിൽ കൂടുതലായിട്ട് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നതിനെ തടുക്കുന്നതിനും ശരീരത്തിൽ ഹെൽത്തി ഫാറ്റ്, അതായത് ഗുണകരമായിട്ടുള്ള കൊഴുപ്പ് കൂടുതൽ ഉണ്ടാകുന്നതിനും സഹായിക്കും. ഇത്തരത്തിൽ ഞാൻ വിശദീകരിച്ച 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കുടവയർ കുറയത്തുള്ളൂ, വയറിന്റെ ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് മാറി വരത്തുള്ളൂ. ഇത് ചെറുപ്പക്കാരുൾപ്പെടെ ഒരുപാട് പേർ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ഇനിയെങ്കിലും കുടവയർ കുറയാനുള്ള പലയിനം മരുന്നുകൾ അല്ലെങ്കിൽ പലയിനം ക്യാപ്സ്യൂളുകൾ, പലയിനം ഒറ്റമൂലികൾ, പലവിധ യന്ത്രങ്ങൾ വാങ്ങാൻ ഓടുന്നതിന് മുൻപേ ഈ സത്യം മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് ധനവും ലാഭിക്കാം, ആരോഗ്യവും സേവ് ചെയ്യാൻ സാധിക്കും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.